സോ ഹലോ ഗൈസ്. സോ നമ്മ നേരത്തെ സെക്ഷനിൽ നമ്മൾ നോക്കിയത് PHP MyAdminൻ്റെ ഒരു എന്താണെന്നാണ്. സോ ഇനി രണ്ട് കൊറിയും കൂടെയും മെയിൻലി യൂസ് ചെയ്യുന്ന രണ്ട് കൊറിയും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് നമുക്ക് എന്നിട്ട് അടുത്ത ഇതിലേക്ക് മെയിൻ ടാസ്കിലേക്ക് പോവാം, DB കണക്റ്റിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സോ നമുക്ക് ഇനി അറിയേണ്ടത് ഡിലീറ്റും അപ്ഡേറ്റും ആണ്. കമാൻഡ് അറിയാം, പക്ഷെ ഇതിലും നമുക്ക് ഡിലീറ്റും അപ്ഡേറ്റ് കമാൻഡും ട്രൈ ഔട്ട് ചെയ്യാം. ജസ്റ്റ് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ന്യൂ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും ട്രൈ ഔട്ട് ചെയ്യാം. ഇത് ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MySQL സെക്ഷൻ എടുക്കുക, PHP MyAdminൽ, എന്നിട്ട് അപ്ഡേറ്റ് കമാൻഡ് വെക്കുക. അപ്ഡേറ്റ് കമാൻഡ് ഒക്കെ കഴിയുമ്പോൾ അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വരും. ഫസ്റ്റത്തെ നമ്മുടെ ടേബിളിൻ്റെ നെയിമാണ്. യൂഷ്വലി എനിക്ക് ഓൺലൈൻ ക്ലാസ് എന്നുള്ള ടേബിൾ മാത്രം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് വേറെ ടേബിൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ പേര് ആയിരിക്കില്ല വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പേരിലേക്ക് മാറ്റാം. ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് പേരാണ് വേണ്ടത് ആ പേരിലേക്ക് ടൈപ്പ് ചെയ്യാം. എൻ്റെ ഇതിൽ എനിക്ക് ഓൺലൈൻ ക്ലാസ് ആണ് വേണ്ടത്. സോ ഓൺലൈൻ ക്ലാസ്. ആൻഡ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാല്യൂ മാറ്റേണ്ടതെന്നാണ് സെറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ മാറ്റാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സെറ്റ്. ഞാൻ ഇനി എന്താണ് ഡാറ്റ ചേഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നവർ. സോ ഡാറ്റ ചേഞ്ച് നമുക്ക് വേണ്ടത്, നമുക്ക് കോളേജിൻ്റെ പേര് പറ്റാം. ഓക്കെ, സോ കോളേജ് കണ്ടില്ലേ, ഈസി ആയിട്ട് അവിടെ റെക്കഗ്നൈസ് ചെയ്ത് തരുന്നുണ്ട്. കോളേജ് ഈക്വൽ ടു കോളേജ് ഈക്വൽ ടു കോളേജ് ഈക്വൽ ടു ലിസ്റ്റ് ഡീപോൾട്ട് ലിസ്റ്റ്. ഓക്കെ, ലിസ്റ്റ് ഞാൻ കൊടുത്തു. ആൻഡ് വെയർലി ആർക്കൊക്കെ മാറ്റണം, നമ്മളുടെ ഡാറ്റാബേസിൽ നമ്മുടെ ഡാറ്റാബേസിൽ നമുക്ക് ഇപ്പോൾ ഒന്നി കൂടുതൽ പേരുണ്ടാവും. അപ്പോൾ ആരുടെ ഒക്കെ പേരിൽ മാറ്റണമെന്നാണ് വേറിൻ്റെ അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ വേറിൻ്റെ അവിടെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ എനിക്ക് കോളേജ് MES എന്ന് പറഞ്ഞുള്ള ആൾക്കാരുടെ എല്ലാവരുടെ പേര് മാറ്റിയിട്ട് ലിസ്റ്റ് ആക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറിൽ കോളേജ് ഈക്വൽ ടു MES. ഓക്കെ, ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ആയിരുന്നു, സ്മോൾ ലെറ്റർ MES. ആൻഡ് ജസ്റ്റ് പ്രസ് ഗോ. ആൻഡ് അപ്ഡേറ്റ് ആയി. ഞാൻ ജസ്റ്റ് ബ്രൗസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, കോളേജിൻ്റെ പേര് മാറി. ആൻഡ് ലിസ്റ്റ് എന്നായി. ഇനി ഇതേപോലെ സെയിം തന്നെയാണ് നമ്മളുടെ ഡിലീറ്റ് ബട്ടൺ. സോ ഡിലീറ്റ് നിൽക്കുക, ഡിലീറ്റ് ഫ്രം ഓൺലൈൻ ക്ലാസ് നമ്മുടെ ടേബിളിൻ്റെ പേര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേബിളിൻ്റെ പേര് മാറ്റാം അവിടെ. ആൻഡ് നേരത്തെ പോലെ ആരെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. സോ ഡിലീറ്റ് ചെയ്യേണ്ട ഇപ്പോൾ എനിക്ക് നേരത്തെ പോലെ തന്നെ എനിക്ക് ഞാൻ റീലോഡ് ചെയ്യട്ടെ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഫസ്റ്റത്തെ കോളം എനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ID1 അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിഞ്ഞിട്ട് ID ഈക്വൽ ടു 1 എന്ന് ഞാൻ കൊടുത്തു. ആൻഡ് ഐ ജസ്റ്റ് പ്രസ് ഗോ. ഓക്കെ, ഞാൻ 1 റോ അഫക്റ്റ് എന്ന് കാണിട്ടി. ആൻഡ് ഞാൻ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഫസ്റ്റത്തെ ID ഡിലീറ്റ് ആയി. ഇനി എന്തെങ്കിലും എറർ നോട്ടിഫൈ ചെയ്ത് നിങ്ങൾക്ക് കോൺസോളിൽ നേരത്തെ കണ്ട പോലെ കാണാൻ പറ്റും അടിയിൽ. ഇനി എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ ആക്ച്വലി 1 റോ അഫക്റ്റ് ചെയ്യാണ്ട് വേറെ എന്തെങ്കിലും എറർ പോപ്പപ്പ് ചെയ്തതിന് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം. കഴിഞ്ഞിട്ട് ID എന്ന് മാത്രം കൊടുത്തു. ID ഈക്വൽ ടു എന്ന് മാത്രം ഞാൻ കൊടുത്തു. വേറൊന്നും കൊടുക്കണ്ട. ഓക്കെ, വേറൊന്നും കൊടുക്കണ്ട. ഗോ നോക്കി കണ്ടില്ലേ, അടിയിൽ MySQL എറർ. ഇവിടെ നിങ്ങൾക്ക് എറർ കാണിക്കാൻ പറ്റും. ഇവിടെ MySQL എററിൻ്റെ സെഡിൻ്റെ അവിടെ നിങ്ങൾക്ക് എന്താണ് എറർ എന്ന് കാണിക്കും. കണ്ടില്ലേ, യു ഹാൻ എറർ ഓൺ MySQL സിൻടാക്സ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ സിൻടാക്സ് എറർ അല്ലെങ്കിൽ എന്തെങ്കിലും എറർ നിങ്ങളുടെ MySQL ക്വറിയിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അടിയിൽ കാണാൻ പറ്റും. സാധാരണ നമ്മൾ MySQL യൂസ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ MySQL ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ MySQL ക്വറിയിലെ ടെർമിനൽ യൂസ് ചെയ്യണ പോലെ തന്നെ ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും വിത്ത് യൂസർ ഇൻ്റർഫിയറൻസ് കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. ഈ ബട്ടൺസും പിന്നെ ഇവിടെ കുറച്ച് നേരത്തേക്ക് റെഡ് ലൈൻസ് ഒക്കെ കാണിക്കും ചില നേരത്തെ എററൊക്കെ അടിക്കുമ്പോൾ. അതേപോലെ നേരത്തെ കാണിച്ചില്ലേ ആ പ്രെഡിക്റ്റ് ചെയ്യണത്, നമ്മുടെ ടേബിളിൻ്റെ പേരൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ
കാണിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടി സ്പീഡാക്കാൻ സഹായിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ.